വെൽക്കം ബാക്ക് ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പം ഈ സെമിലുള്ള പുതിയൊരു സബ്ജക്റ്റ് ആണ് ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് എന്നുള്ളത്. അപ്പോൾ ആ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ്, അങ്ങനെ ചെറിയൊരു പരിചയപ്പെടലിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ കോഡ് PB-CT404 ആണ്. നിങ്ങൾക്ക് ഇതിൽ വരുന്നത് നമുക്ക് നോർമലി നമ്മുടെ എക്സാമിന് എങ്ങനെയാണ് 100 മാർക്സിനാണ് വരുന്നത്. അതിൽ ഇന്റേണലും എക്സ്റ്റേണലും സ്പ്ലിറ്റ് ആയിട്ട് വരും അല്ലെ. അപ്പം ഇന്റേണലിൽ വരുന്നത് നമുക്ക് 40 മാർക്സിനാണ് കൺവേർട്ട് ആകുന്നത്, എക്സ്റ്റേണൽ വരുമ്പോൾ 60 മാർക്സിനാണ്. പിന്നെ എക്സാം ഹവേഴ്സ് എന്ന് പറയുന്നത് 2 hours 30 minutes ആണ് വരുന്നത്. കോഴ്സ് ടൈപ്പ് തിയറി, അതായത് നിങ്ങൾക്ക് ഇതിൽ കൂടുതലും തിയറിറ്റിക്കൽ എന്ന് പറയുമ്പോൾ തിയറി അല്ല, പ്രാക്ടിക്കൽ അല്ല, തിയറി ആണെന്ന രീതിയിലാണ്. ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്, കൂടുതലും ഡിസൈൻസ് ആണ് വരുന്നത്. ഓരോ മോഡൽ വൈസ് നമുക്ക് പരിചയപ്പെടാം. ബിഫോർ ദാറ്റ് ഇനി കണ്ടിന്യൂസ് എക്സാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്റേണൽ എക്സാം എത്ര മാർക്സിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 60 മാർക്സിനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 60 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ അറ്റൻഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 5 മാർക്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. പ്രൊജക്ട്, ഒരു പ്രൊജക്ട് ചെയ്യേണ്ടി വരും, ഗ്രൂപ്പ് പ്രൊജക്ട് ആയിരിക്കും ഉണ്ടാവുക, അപ്പൊ അതിൽ 30 മാർക്സ് ആണ് വരുന്നത്. പിന്നെ ഇന്റേണൽ എക്സാമിനേഷൻ 1, 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരീസ് എക്സാം ആണ്. നമുക്ക് 2 സീരീസ് എക്സാം ആണല്ലോ മെയിൻ ആയിട്ട് വരിക. അപ്പൊ ഫസ്റ്റ് സീരീസ് എക്സാമിന് 12.5 സെക്കൻഡ് 12.5. അപ്പൊ ദാറ്റ് മീൻസ് 12.5 മാർക്കിനല്ല നിങ്ങൾക്ക് എക്സാം ഇടാം, 40 മാർക്സിനൊക്കെ ആയിരിക്കും, ചിലപ്പോൾ 50 മാർക്സിന് ഇടുണ്ടാവും. അത് നിങ്ങളുടെ കോളേജ് ബേസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് ഇപ്പൊ 40 മാർക്സ് ആണ് ഇടുന്നുണ്ടെങ്കിൽ 12.5ലേക്ക് കൺവേർട്ട് ആക്കിയിട്ടായിരിക്കും എടുക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ 40 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. മാർക്ക് കുറയുമ്പോൾ നമ്മൾ ചെറിയ മാർക്സിലേക്ക് കൺവേർട്ട് ആകുമ്പോൾ പെട്ടെന്ന് മാർക്ക് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇപ്പം 40ക്ക് 20-25 വാങ്ങിയാൽ പോലും നമുക്ക് അത് കൺവേർട്ട് ചെയ്യുമ്പം ഒരു 4, 5 അല്ലെങ്കിൽ 6 ആ ഒരു മാർക്സിൽ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം മാക്സിമം എന്താ, എല്ലാവരും 35 എബോ, അറ്റ്ലീസ്റ്റ് 32 എബോ എങ്കിലും വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യുക, എങ്കിലേ നമുക്ക് നല്ലൊരു മാർക്സ് 12.5ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 60 മാർക്സ് എന്തായി, ഇന്റേണൽ മാർക്സ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ്, എക്സ്റ്റേണൽ മാർക്സ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇന്റേണൽ മാർക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. മറ്റേ 40 മാർക്കിനും ഇത് 60 മാർക്സിനും വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അല്ലെ. അപ്പോൾ ഇന്റേണലില് കുറച്ചും കൂടെ നല്ലോണം ഫോക്കസ് ചെയ്യുക. എക്സ്റ്റേണൽ ഫോക്കസ് ചെയ്യേണ്ടെന്നല്ല, ഇന്റേണൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക, അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് എക്സ്റ്റേണൽ, അതായത് നമ്മൾ എൻഡ് സെമസ്റ്റർ എക്സാമിനേഷന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ 40 മാർക്സിനുള്ളത് 2 പാർട്ടായിട്ടാണ് വരിക. എ പാർട്ടും ഉണ്ട്, ബി പാർട്ടും ഉണ്ട്. അപ്പം എ പാർട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്യണം. ബി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻസ് ഉണ്ടാവും, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു മോഡലിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനി പാർട്ട് എയിൽ വരുമ്പോഴത്തേക്കും എങ്ങനെയാ വരുന്നത്, 2 ക്വസ്റ്റ്യൻസ്, ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, 8 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമുക്ക് 4 മോഡ്യൂൾസ് അല്ലേ ഉണ്ടാവുക. അപ്പം 4 എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് മോഡ്യൂൾ 2 ക്വസ്റ്റ്യൻ, സെക്കൻഡ് 2 ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2 ഫസ്റ്റ് മോഡ്യൂളിലായിരിക്കും, 3ഉം 4ഉം സെക്കൻഡ് ആയിരിക്കും, 5ഉം 6ഉം തേർഡ് ആയിരിക്കും, 7, 8 ഫോർത്ത് മോഡ്യൂളിൽ. അങ്ങനെയാണ് കൺവേർഷൻ വരിക. ഓക്കെ, അപ്പൊ അവിടെ എത്രയായി, 16 മാർക്കായി. അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇതിൽ പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു സബ്ജക്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക എന്താണ്, പാർട്ട് ബി, അതിലാണ് കൂടുതൽ മാർക്സ് ഉള്ളത്. അപ്പൊ നമ്മൾ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് തോട്ട് ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അതായത് പാർട്ട് എക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം കൊടുക്കാൻ. എന്തെന്ന് വെച്ചാൽ പാർട്ട് എ എന്ന് പറയുമ്പോൾ 16 മാർക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്ക് കിട്ടും എന്നല്ല, നമ്മൾ കുറച്ചെങ്കിലും തിയറി. ഇപ്പം ഈ സബ്ജക്റ്റിന്റെ ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോഡ് യൂസ് ചെയ്യാം അല്ലെ. IS 456-2000 കോഡ്, കോൺക്രീറ്റിന്റെ കോഡ് നമുക്ക് യൂസ് ചെയ്യാം. കുറെയൊക്കെ തിയറി പോർഷൻസ് നമ്മൾ കോഡിനകത്ത് തന്നെ ഉണ്ടാവും, അത് നോക്കി എഴുതാം, സ്വന്തമായിട്ടും എഴുതണം. ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ 1 മാർക്കെങ്കിലും കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അറ്റൻഡ് എങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം 8 ക്വസ്റ്റ്യൻസ് അറിയില്ല, വെറുതെ അറ്റൻഡ് ചെയ്ത് വെച്ചാൽ 8 മാർക്കെങ്കിലും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പാസ്സാവാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുപോലെ പാർട്ട് ബിയിൽ വരുമ്പം ഓരോ ക്വസ്റ്റ്യൻസും 6 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. അതില് ഇതുപോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓരോ മോഡ്യൂൾസിൽ നിന്ന് എടുക്കുക. അതിന് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അതായത് നമ്മളിപ്പോ ഒരു മൊഡ്യൂളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, സെക്കൻഡ് പാർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും, ഏതെങ്കിലും ഒരു പാർട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് തോന്നും പകുതി പഠിച്ചാൽ മതിയോ എന്നുള്ളത്. നമുക്ക് പറയാൻ പറ്റില്ല.
എന്താന്ന് വെച്ചാല് ചിലപ്പോ നമ്മൾ പഠിക്കുന്ന പാർട്ട്, അതായത് നമ്മളിപ്പോ സെലക്ട് ചെയ്ത ഒരു ഫസ്റ്റ് ഹാഫ് പോർഷൻ ആണെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഭയങ്കര ടഫ് ആയിട്ട് ചോദിച്ചിട്ട് സെക്കൻഡ് പോർഷനിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാം ഈക്വലി മാക്സിമം ഫുൾ പോർഷൻസ് കവർ ചെയ്ത് തന്നെ പഠിക്കുക. ഡിസൈൻ ആണുള്ളത്. അപ്പൊ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റ ഡിസൈൻ പഠിച്ചാൽ മതി. ഒരു ഫുൾ ഡിസൈൻ പഠിച്ചാൽ നമുക്ക് ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോസിബിൾ കോഡ് നോക്കി എഴുതിയാൽ മതിയല്ലോ. അറ്റ്ലീസ്റ്റ് ഇക്വേഷൻസുകൾ എഴുതി വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചൂസ് ചെയ്ത് പഠിക്കരുത്, എല്ലാം പഠിക്കുക. ഏത് പോർഷനാണ് ഈസി ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഓരോ ക്വസ്റ്റിനും മാക്സിമം 2 സബ് ഡിവിഷൻസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഒറ്റയടിക്ക് 6 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ സബ് ഡിവിഷൻസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അവിടെ എത്രയായും 4 into 6 24 മാർക്സ്. അങ്ങനെ നമുക്ക് അവിടെ 40 മാർക്സ് എന്താ എക്സ്റ്റേണൽ എക്സാമിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി പ്രൊജക്റ്റിൽ നമ്മൾ 30 മാർക്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്രൊജക്ട് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്ത് ഒരു പ്രപ്പോസൽ നമുക്ക് നമ്മളെ ഗൈഡിന് കൊണ്ട് കൊടുക്കണം അല്ലെ. അപ്പം ആ ചെയ്യുന്നതിന് ഒരു 5 മാർക്സ് ആണ് നിങ്ങൾക്ക് അലൗട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മൾ പ്രോഗ്രസ് പ്രസന്റേഷൻസ് നടത്തും. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ചില കോളേജസ് റിപ്പീറ്റഡ് ആയിട്ട് നടത്തും, ചിലപ്പോൾ എൻഡിലും അല്ലെങ്കിൽ മിഡിലും ആയിട്ടായിരിക്കും പ്രോഗ്രസ് അറിയാൻ വേണ്ടി നടത്താം. ഓക്കെ, അതിന് നമുക്ക് എത്രയുണ്ട്, 4 മാർക്സ് ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ടീം വർക്ക് എങ്ങനെയുണ്ട്, നമ്മൾ എത്രത്തോളം പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻ എത്ര കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 മാർക്കിനാണ് അത് വരിക. ദെൻ എല്ലാം കഴിഞ്ഞ ഫൈനൽ നമ്മൾ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്തതിന് 10 മാർക്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണ്, നമ്മൾ ഇംപ്ലിമെന്റേഷനിലാണ്. 10 മാർക്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. ദെൻ എല്ലാം കഴിഞ്ഞു ഫൈനൽ പ്രസന്റേഷൻസിന് വരുന്നത് 5 മാർക്കാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രാക്ടിക്കലി നമുക്ക് കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാസ്റ്റ് ഏരിയ ആണ്. നമുക്ക് ഇതിൽ പ്രോജക്റ്റിന്റെ ടോപ്പിക്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം കുറേ കാര്യങ്ങളുണ്ട്, ഇപ്പോഴും സ്റ്റിൽ റിസർച്ചിങ് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലി ഇതിൽ കൂടുതൽ പ്രാക്ടിക്കലാണ്. കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്ത് കാണിക്കാനുള്ളത്, മീൻസ് ലാബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് വേണം നമ്മൾ കൂടുതലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കുറെ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ ഒരു ഫീൽഡിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടെ റിസർച്ച് ചെയ്യാൻ, അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ റിസർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ പ്രൊജക്റ്റ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മീൻസ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൺഫറൻസ് പോലെ കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യാനും ഒക്കെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, അപ്പം അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. മീൻസ് ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കോൺക്രീറ്റ് കുറെ നല്ല ടോപ്പിക്സ് നമുക്ക് അവൈലബിൾ. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിസർച്ചേഴ്സ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് പ്രൊജക്ട് ക്വാളിറ്റി, അതിന്റെ ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, എത്രത്തോളം നല്ലൊരു എന്താണ്, ഇപ്പൊ ക്വാണ്ടിറ്റി തന്നെ പല ഫീൽഡ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം എത്രത്തോളം നല്ലൊരു ടോപ്പിക്കാണ് നിങ്ങൾ എടുത്തത്, അത് അതിന്റെ കുറെ ഗുണം എന്താണ്, ക്രിയേറ്റിവിറ്റി എത്രത്തോളം ഉണ്ടായിരുന്നു, അതിനൊക്കെ നമുക്ക് 3 മാർക്സ്. അപ്പം എല്ലാം കൂടെ 30 മാർക്സ് ആണ് നമുക്ക് പ്രൊജക്റ്റിന് കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് മോഡ്യൂൾ വൈസ് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ വരുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് തിയറി, കുറച്ച് തിയറി ആണ് വരുന്നത്, പിന്നെ ലാസ്റ്റിലേക്ക് ഒരു ഡിസൈൻ വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഈ തിയറി ഓൾമോസ്റ്റ് ഒരു 80% നമ്മളെ കോഡിലുണ്ട്, IS 456 ക്ലാസ് എടുക്കുമ്പോൾ അത് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വരുന്നത് കോൺക്രീറ്റിന്റെയും സ്റ്റീലിന്റെ പ്രോപ്പർട്ടീസ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്, അതായത് നമ്മൾ ഈ കോൺക്രീറ്റ് എത്രത്തോളം സേഫ് ആണ്, സേഫ്റ്റി ആയിട്ടാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്, അങ്ങനെ കുറെ കാര്യങ്ങൾ, എത്ര കാലം നിൽക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ പറയുന്നത്. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ഇനി നമ്മൾ 456 2000 വരുന്ന ഡിസൈൻ പ്രൊവിഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്. അതുപോലെ കൊളാപ്സിങ് ഫ്ലെക്ഷൻ, അതായത് എപ്പോഴാണ് ഇത് ബ്രേക്ക് ആവുക, പിന്നെ അതുപോലെ തന്നെ സിംഗിൾ റീഎൻഫോഴ്സ്ഡ് ബീംസ്, അതായത് സിംഗിൾ റീഎൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നോർമൽ ബീം നിങ്ങൾക്ക് അറിയാലോ, കോളം ബീമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും അല്ലെ. നമ്മൾ ബീമില് കോൺക്രീറ്റ് ബീമിന് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അപ്പർ ബോഡിയിൽ എന്തായിരിക്കും, ഒരു ന്യൂട്രൽ ആക്സിസ് മിഡിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേലത്തെ പോർഷൻ കംപ്രഷനും താഴത്തെ പോർഷൻ ടെൻഷനാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വീക്ക് ഇൻ ടെൻഷനാണ്. കംപ്രഷനിലെ ആള് അടിപൊളിയാണ്, പക്ഷെ ടെൻഷൻ കേസ്, അതായത് ബിലോ പാർട്ടിൽ വരുമ്പോഴത്തേക്കും വേഗം ബ്രേക്ക് ഉണ്ടാവാൻ കാരണം. അപ്പം ഇത് ഓവർകം ചെയ്യാനാണ് നമ്മൾ സ്റ്റീൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബീംസിൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും നമ്മൾ ലോവർ സെക്ഷനിൽ മാത്രം.
ഓക്കെ, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സിംഗിൾ റീഎൻഫോഴ്സ്ഡ് ആണ് കൊടുക്കുന്നത്. ഡബിളി നിങ്ങൾക്ക് പഠിക്കാണ്ട് ഡബിളി റീഎൻഫോഴ്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും കംപ്രഷൻ പോർഷനിലും ടെൻഷൻ പോർഷനിലും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീൽ ബാർസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസാണ്. ഓക്കെ, ഇനി അതുപോലെ അപ്പൊ ഇത് അറിയണമെങ്കിൽ നമ്മൾ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് എത്രത്തോളം ആണെന്നുള്ള ഡിറ്റർമൈൻ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ഈ വേർഡ്സ് ഒക്കെ ചിലപ്പോൾ ഒരു ഫെമിലിയർ വേർഡ്സ് ആയിരിക്കില്ല. ന്യൂട്രൽ ആക്സിസ് എന്നൊക്കെ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ ഈ ഒരു പോർഷൻ ഇതിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആ സെൻട്രൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ അത് വേരി ചെയ്ത് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്, പിന്നെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് മൊമെന്റ് എവിടെയാണ് കൂടുതലുള്ള അവിടെ നമുക്ക് എന്ത് കൊടുക്കണം, എക്സ്ട്രാ റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഷിയർ. ഷിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഷിയർ എന്ന് പറഞ്ഞാൽ സർഫസ് ബ്രേക്കേജ് ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഷിയർ ഉണ്ടാകുന്ന പോർഷൻസിൽ വരുന്ന കൊളാപ്സ്, പിന്നെ അവിടെ ഉണ്ടാകുന്ന ബോണ്ട്, ആങ്കറേജ്, ഡെവലപ്മെന്റ്, സ്പ്ലൈസിങ്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിനൊക്കെ ഒരു ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്, ഷിയറിന്റെ പ്രോബ്ലം ചെയ്യാനുണ്ട്. പിന്നെ ടോർഷൻ ബീം. ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് ടോർഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഈ സിംഗിൾ റീഎൻഫോഴ്സ്ഡ് ബീമിന്റെ ഡിസൈനും അനാലിസിസും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് മോഡ്യൂൾ വരുമ്പം ഡബ്ല്യു റീഎൻഫോഴ്സ്ഡ് ബീംസ് ആണ്. അതിന്റെ തിയറി ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഫ്ലാഷ്ഡ് ബീംസ് എന്ന് വെച്ചാൽ നമ്മളെ ഈ എന്താ പറയാ ടി ഷേപ്ഡ് വരുന്നതാണ് ഫ്ലാഷ്ഡ് ബീംസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വരുന്നതാണ് ഫ്ലാഷ്ഡ് ബീംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതും കോഡ് പ്രൊഫഷൻസ് യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് വൺ വേ സ്ലാബ്. സ്ലാബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളെ ഫ്ലോർ സ്ലാബ്, റൂഫ് സ്ലാബ് ഒക്കെ അല്ലേ. അത് വൺ വേ ഉണ്ട്, ടു വേ ഉണ്ട്. വൺ വേ എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിൽ മാത്രമേ നമ്മൾ സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ, അതായത് വൺ ഡയറക്ഷനിൽ മാത്രമേ സപ്പോർട്ട്സ് കൊടുക്കുന്നുള്ളൂ. ടു വേ സ്ലാബ് എന്ന് പറഞ്ഞാൽ 4 സൈഡിലും സപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം ക്ലാസ്സിൽ പഠിക്കാം. ജസ്റ്റ് ബേസിക്സ് പറയുകയാണെങ്കിൽ വൺ വേ സ്ലാബിന്റെ ഡിസൈൻ പഠിക്കാനുണ്ട്, ടു വേ സ്ലാബിന്റെ ഡിസൈൻസും പഠിക്കാനുണ്ട്. പിന്നെ മോഡ്യൂൾ 3 വരുമ്പം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി, പിന്നെ അതിന്റെ കംപ്രഷൻ. അത് നമുക്ക് സർവീസബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കത് എത്രത്തോളം ഡ്യൂറബിൾ ആയിരിക്കും, എത്രത്തോളം ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അതിന്റെയൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. കംപ്രഷൻ മെമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കോളം പോലുള്ള മെമ്പേഴ്സ് ആണ് അതിൽ വരുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻസും അസംഷൻസും ആണ് വരുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് കോളം ഉണ്ട്, ലോങ് കോളം ഉണ്ട്, യൂണി ആക്സിൽ ബെൻഡിങ് ഉണ്ട്, ബൈ ആക്സിൽ. യൂണി ആക്സിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ, ബൈ ആക്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും 2 ഡയറക്ഷനിൽ ബെൻഡിങ് വരുന്നതാണ്. ഷോർട്ട് കോളത്തിന്റെ ഡിസൈൻസും പഠിക്കാനുണ്ട്, വിത്ത് യൂണി ആക്സിൽ ബെൻഡിങ്ങും ബൈ ആക്സിൽ ബെൻഡിങ്ങും. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. എനിക്കറിയാം ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളായിട്ട് തോന്നും, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ കേൾക്കാത്ത പേരായതുകൊണ്ട് എന്താണെന്ന് അറിയാത്തൊരു കൺഫ്യൂഷനിലായിരിക്കും. അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ കോറിലേക്ക് മൂവ് ചെയ്ത് വരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഈ ബീം, കോളം, സ്ലാബ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യം അല്ലേ. ഇതൊക്കെയാണ് നമ്മളൊരു ഒരു ഹൗസ് കൺസ്ട്രക്ട് അല്ലെ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലേ. ഫൗണ്ടേഷൻ, കോളം, സ്ലാബ്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊളിഞ്ഞു വീഴും അല്ലെ. അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യുക, എത്ര സ്റ്റീൽ നമ്മൾ കൊടുക്കണം, എത്ര കോൺക്രീറ്റ് കൊടുക്കണം, എത്ര ഹൈറ്റ്, എത്ര വിഡ്ത്, നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇപ്പൊ കോളത്തിന്റെ സൈസ് നിങ്ങൾക്ക് ഒരു സൈസ് ഓഫ് കോളം കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലയിടത്ത് വലിയ കോളമായിരിക്കും. ബീം ചിലപ്പോൾ ഭയങ്കര ഡെപ്തിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ചെറിയ ബീം ആയിരിക്കും. നമ്മളപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അപ്പൊ അതൊക്കെ നമ്മളെ ലോഡ് വെച്ച് ഡിസൈൻ ചെയ്ത് എടുക്കുന്നതാണ്. ഓക്കെ, അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഇതിൽ പഠിക്കുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര ടഫ് ഒന്നും അല്ല, ജസ്റ്റ് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കോഡിന്റെ ഹെൽപ്പും നിങ്ങൾക്ക് ഉണ്ട്, അതായത് ഇക്വേഷൻസ് എല്ലാം കോഡിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരു ഓർഡർ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഡ് നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫുൾ 4 വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഫൗണ്ടേഷന്റെ ബേസിക്സ് ആണ്. അത് നിങ്ങൾക്ക് സ്ക്വയറിന്റെയും റെക്ടാങ്കുലർ ഫൗണ്ടേഷന്റെയും ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലംസ് മാത്രമേ അതിൽ വരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറെ സോഫ്റ്റ്വെയർസ് ഇപ്പൊ അവൈലബിൾ ആണ്. നിങ്ങൾ പല കോളേജിലും പല ടൈപ്പ് ആയിരിക്കും ചൂസ് ചെയ്യുക. നമ്മളിപ്പം കറന്റ് യൂസ് ചെയ്യുന്ന ടാബ്സ് ആണ് കുറച്ചും കൂടെ മോഡേൺ ആയിട്ട് വരുന്നത്. പിന്നെ സ്റ്റാഡ് പ്രോ അങ്ങനത്തെ കുറച്ച് നമ്മൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ
ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഈ ടാബ്സിലെ ഒരു സ്ട്രീം സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒരുപാട് വരും. അതിൽ കാണിച്ചിരിക്കുന്ന പോലെ കുറെ ഇൻപുട്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലോഡ് കൊടുത്താൽ ആ ബിൽഡിങ്ങിന്റെ മൂവ്മെന്റ് എന്താണ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് അത് പ്ലേ ചെയ്ത് കൊടുക്കുമ്പോൾ കാണാൻ പറ്റും എവിടെയാണ് കൂടുതൽ ലോഡ് ആക്ട് ചെയ്യുന്നത്, എവിടെയാണ് ബ്രേക്കേജ് ഉണ്ടാവാൻ ചാൻസ്, എവിടെയാണ് ബെൻഡിങ് മൊമെന്റ് കൂടുതൽ, ഷിയർ ഫോഴ്സ് കൂടുതൽ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ബേസിക്സ് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഡിസൈൻ ഒന്ന് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂൾ ഫുൾ കവർ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മോഡ്യൂൾ പഠിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എന്താ പറയുക, ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈൻ ഓഫ് ബീംസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഡിന്ന് എങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. നമുക്ക് അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സിസും മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസും ഷിയറും ടോർഷനും പോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അറിയാം. ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫ്, അതായത് നമ്മൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. വലിയ വലിയ ഫ്ലാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും, സോഫ്റ്റ്വെയർ ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ ചെറിയ ചെറിയ റെസിഡൻഷ്യൽ ആയിട്ടുള്ള വീടുകൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മാനുവലി ഡിസൈൻ ചെയ്താലും അത് ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പം ചില ഓഫീസസിൽ, അതായത് ഇപ്പം ഫ്ലാറ്റ് പോലുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഡബിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാനുവലി ഇവർ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. സോ നമ്മൾ ഈ പഠിക്കുന്ന സാധനം നമുക്ക് ഇവിടെ എക്സാമിന് വേണ്ടി മാത്രം ഉള്ളതല്ല, നമ്മൾ ഈ ഉള്ള ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന സാധനമാണ്, പ്രത്യേകിച്ച് സ്ട്രക്ചറൽ ഫീൽഡിലോട്ട് പോകുന്ന ആൾക്കാർക്ക്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ എന്താണ് ഇതിനൊക്കെ അനലൈസിങ്, ഈ സിംഗിൾ റീഎൻഫോഴ്സ് ബീമിന്റെ അനലൈസിങ് നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യണം, എത്ര ലോഡ് കൊടുത്താൽ താങ്ങാൻ പറ്റും എന്നൊക്കെ ഉള്ളതായിരിക്കും അതിൽ വരുന്നത്. ഇനി സെക്കൻഡ് വരുമ്പോഴത്തേക്ക് എന്താണ്, ഡബ്ല്യു വരുന്നുണ്ട്. അതുപോലെ തന്നെ 1 വേയും 2 വേ സ്ലാബിന്റെയും അതിന്റെ ഡിസൈൻസും പ്രൊസീജിയേഴ്സും നമുക്ക് പഠിക്കാൻ കഴിയും. തേർഡിൽ വരുമ്പോഴത്തേക്കും സർവീസബിലിറ്റി, അതായത് എത്രത്തോളം നമുക്ക് ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ രീതികളും, അതുപോലെ ഷോർട്ട് കോളംസിന്റെ ലോഡിങ്, ആക്സിയലും ബൈ ആക്സിയൽ ലോഡിങ്ങും വരുന്ന കേസസും പഠിക്കാനുണ്ട്. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഫൂട്ടിങ്സിന്റെ കേസാണ് വരുന്നത്, പിന്നെ ചെറിയൊരു മോഡലിങ്ങും ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻഡസ്ട്രിയലി അപ്ലൈ ചെയ്യാനൊക്കെ. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഇവിടത്തേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നാളെ നിങ്ങളുടെ ജോലിക്ക് പോയാലും ആവശ്യമുള്ളതാണ്. അപ്പം ആ ഒരു തോട്ടിൽ തന്നെ നിങ്ങളിത് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. ഡിസൈൻസ് ഒക്കെ നിങ്ങളിപ്പോൾ എഴുതി പഠിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് ഒക്കെ ആണെങ്കിലും വിത്ത് എന്താ പറയാ, പഠിക്കുമ്പോൾ നമുക്ക് നാളേക്ക് യൂസ് ആണ് എന്നുള്ള രീതിയിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതായത് ഇപ്പം ഇതിൽ ഓരോ പ്രോബ്ലവും, ഒരു വലിയൊരു പ്രോബ്ലം എടുത്തിട്ട് നിങ്ങൾ നല്ലൊരു നോട്ട്ബുക്ക് എടുക്കുക, ഒരു ഡയറിയോ അങ്ങനെ എന്തെങ്കിലും, അതായത് നമുക്ക് പിന്നെ നോക്കാൻ പറ്റുന്ന പെട്ടെന്ന് കേട് വരാത്തൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഇതുപോലുള്ള, അതായത് ബീമിന്റെയും സ്ലാബിന്റെയും ഒക്കെ ഒരു നല്ലൊരു ഡിസൈൻ നിങ്ങൾ നല്ല വൃത്തിക്ക് എഴുതി വെക്കുക. അതിന്റെ കൂടെ തന്നെ കുറെ ഷോർട്ട് നോട്ട്സ്, നമ്മൾ ക്ലാസ് പഠിക്കുമ്പോൾ കുറെ ഷോർട്ട് നോട്ട്സ് ഒക്കെ കിട്ടും. ഓക്കെ, അതായത് ഇപ്പൊ ഏത് കോഡിൽ നിന്ന് എവിടെ നിന്ന് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളും കൂടെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് പോകുമ്പോഴും അത് യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ സ്ട്രക്ചറൽ ബേസ്ഡ് ആഗ്രഹമുള്ള ആൾക്കാരാട്ടോ, മീൻസ് സിവിൽ എഞ്ചിനീയറിലോട്ട് ഇറങ്ങുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്. ഇപ്പൊ എല്ലാവരും അതിലേക്ക് പോകണമെന്നില്ല. സൈറ്റ് എഞ്ചിനീയർ പോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ നോട്ട്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും നമുക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല. നമ്മൾ പറയുന്നത് പഠിച്ചിട്ട് ഇപ്പൊ ജോലിക്ക് പോയിട്ട് എന്താ കാര്യം, ജോലിക്ക് ആവശ്യമില്ല, പിന്നെ എന്തിനാ ഇത് പഠിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള തോട്ട് വരത്തില്ല. ഇത് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ല. നമുക്ക് ആസ് എൻ എഞ്ചിനീയർ, സിവിൽ എഞ്ചിനീയർ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രഷ്യസ് ആയിട്ട് തന്നെ അത് ഇപ്പോഴേ അത് ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി ക്ലാസ്സിൽ കാണാം. താങ്ക് യു.